സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥന്റെ മകൻ നന്ദൻ നിങ്ങളുടെ മോനെ കൊന്നു കളഞ്ഞു, കൊന്നു കുഴിച്ചുമൂടി. ഇത് കേട്ട് അരുന്ധതി ആണെങ്കിൽ ഒരു തരി പോലും വിഷമമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ അരുന്ധതി എന്താ ഒന്ന് കരയുന്ന പോലും ഇല്ലല്ലോ. കണ്ണീര് വറ്റിക്കാണുമല്ലേ, അറിയാം മരവിച്ചു പോയല്ലേ. എന്നാലും ആ നന്ദൻ എന്റെ മോനെ കൊന്നു, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി അഭിനയം പ്രകടിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ഹരിവക്കീലാണെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് ഫുള്ളും പക്ക അഭിനയമാണെന്ന്. ഋഷിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ തന്നെ സിദ്ധാർത്ഥൻ അരുന്ധതി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ശിക്ഷ തന്നെ നന്ദന് വാങ്ങിക്കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അരുന്ധതി ശരിയാക്കിയില്ലെങ്കിലും നന്ദനെ നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും, കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതിലുപരി ഋഷിയും ഇനി തനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഹരിവക്കീൽ പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഷാരിയോട് ഭക്ഷണം എടുത്തരാൻ വേണ്ടി പറയുമ്പോൾ, ചേച്ചി എന്തായി, ഹരിവക്കീല് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോയിട്ട് അറിയില്ല, അച്ഛൻ ഇതുവരെയും വിളിച്ചിട്ടില്ല, എത്തിയിട്ടില്ല എന്നാ പറയുന്നേ. ആ, അതിനു മുമ്പായിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. നീ എന്താ ശരി ചെയ്യുന്നേ? നിങ്ങളാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ തന്നെയാണ് ചേച്ചി ഞാനിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേ, തെറ്റായ വഴിയിലൂടെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ആർക്കും കഴിയുകയുമില്ല, തെറ്റായ വഴിയിൽ ശാരിക പോകത്തുമില്ലെന്ന് പറയുമ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ ചേച്ചി, എല്ലാം സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അപ്പോഴേക്കും സിദ്ധാർത്ഥന്റെ ഫോൺ കോൾ ദേവികയുടെ ഫോണിലേക്ക് വരികയാണ്. എത്രയും പെട്ടെന്ന് വരാനായിട്ട് പറയുന്നു. ആ ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞ ദേവി അവിടേക്ക് പോവുകയാണ്. പിന്നീട് ഐസക് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ട്, അതായത് നന്ദനെ ഹാജരാക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് ഇസബലയോട് എത്രയും പെട്ടെന്ന് US നാളെ രാവിലെ തന്നെ ടിക്കറ്റ് എടുത്ത് പോകാനും കെവിനോട് ചെന്നൈയിലേക്ക് തൽക്കാലം മാറി നിൽക്കാനുമായിട്ട് പറയുന്നു. അങ്ങനെ ഇസബല പറയുന്നുണ്ട്, എന്ത് വന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, അത് എന്റെ തീരുമാനമാണ്, എന്തും ഞാൻ നേരിടുമെന്നൊക്കെ പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ലോക്കായി പോകും മോളെ, അതുകൊണ്ടാ പറയുന്നത്, നീ പോണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, എനിക്ക് എന്റെ ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് നന്ദനെ വേണമെന്നൊക്കെ പറയുമ്പോൾ നിർത്തുന്നതിന്റെ അതിമോഹങ്ങൾ, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ, ഇത് വലിയ പ്രശ്നമാകും, നീയും ഞാനും പിന്നെ ഈ കെവിനും എല്ലാവരും ഉൾപ്പെടെ വഞ്ചന കേസിലായിരിക്കും അകത്തു പോകാൻ പോകുന്നത്, എന്റെ ജോലി അടക്കം തെറിക്കും. സിദ്ധാർത്ഥനെ നിനക്കറിയില്ല, പിന്നെ പേര് കേട്ട ഒരു ജഡ്ജാണ് ഹരിവക്കീലും, അപ്പോ അയാൾ ഇടപെട്ട കേസാണ്, ആകെ പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ ഇസബലയാണെങ്കിൽ തന്റെ സ്റ്റാൻഡിൽ ഉറപ്പിച്ചു നിൽക്കുന്നു. കെവിനാണെങ്കിൽ ചെറിയൊരു ഭയം ഉള്ളിൽ കയറി തുടങ്ങി. അങ്ങനെ വക്കീലാണെങ്കിൽ വന്ന് കാര്യങ്ങളൊക്കെ തന്നെ സിദ്ധാർത്ഥനോടും ദേവികയോടും പ്രഭാവതിയോടൊക്കെ പറയുമ്പോൾ ഇല്ല, അവൾ അങ്ങനെ ഒട്ടും കരയാതിരിക്കാൻ ചാൻസ് ഇല്ല, ഇവിടെ വന്നിട്ട് ഒരു അമ്മയുടെ ഉള്ളിൽ നിന്നും വരുന്ന സങ്കടം തന്നെയായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. അഭിനയിക്കാൻ പറയുന്നവർക്ക് അഭിനയിക്കാൻ അടിപൊളിയായിട്ട് പറ്റും പ്രഭാവതി, അവർ ശരിക്കും അഭിനയിക്കുകയാണ്, നാളത്തോടെ പല വേഷങ്ങളും അഴിഞ്ഞു വീഴും, അത് ഉറപ്പാണെന്ന് ഇങ്ങനെ ഹരിവക്കീല് പറയുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, നന്ദനെ എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ പ്രഭ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു നന്ദനെ രക്ഷിക്കാൻ, നമ്മൾ നിയമത്തിന്റെ മുന്നിൽ തന്നെ നാളെ നന്ദനെ ഏൽപ്പിക്കും. ഇല്ല, എന്റെ മോനെ ജയിലിലേക്ക് വിട്ടയക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പിന്നെ കുറ്റവാളികൾ എല്ലാവർക്കും അമ്മമാരുണ്ട്, പ്രഭാവതി മാത്രമല്ല അമ്മയായിട്ടുള്ളത്. ദേ, മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്, എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി ആണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഈ സമയം ദേവിക പറയുന്നുണ്ട്, ഞാനൊരു MLA ആണ്, അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അമ്മ ഒരു പ്രൊഫസറുമാണ്, അതുകൊണ്ട് നിയമം നമുക്ക് അനുസരിച്ചേ മതിയാകുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നന്ദനും പറയാണ്, അമ്മ വാശി പിടിക്കേണ്ട, ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഹരിവക്കീലും അത് തന്നെയാണ് പറയുന്നത്, നാളെ തന്നെ കാര്യങ്ങൾ നീക്കം ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പ്രഭയാണെങ്കിൽ പൊട്ടിക്കരയുന്നത് കണ്ട് ദേവിക ആശ്വസിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവരാണെങ്കിൽ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട്. പിന്നീട് ഋഷിയോട് അരുന്ധതി പറയുകയാണ്, ഇനി എല്ലാവരും അകത്തേക്ക് പോകാം, അതായിരിക്കും നല്ലത്, വഞ്ചന കേസിലായിരിക്കും അകത്ത് പോകുന്നത്, ഊണും ഉറക്കമില്ലാതെയാണ് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്, ആ നീ ജയിലിലേക്ക് പോകുന്നത് കാണാൻ എനിക്ക് വയ്യ ഋഷി, എത്രയും പെട്ടെന്ന് നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഈ ഒരു കേസ് തീർപ്പാക്കുന്നതായിരിക്കും നല്ലത്, പേര് കെട്ട ജഡ്ജി കൂടിയാണ് ഹരിവക്കീല്, എനിക്ക് പേടിയാകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ അമ്മ പേടിക്കാതിരിക്കുക, ഇനി എങ്ങനെ പേടിക്കാതിരിക്കാനാ, എന്താ നിങ്ങളുടെയൊക്കെ പ്ലാന്, നീയും കെവിനും ഇസബലയും എല്ലാവരും അകത്താവാൻ പോവുകയാണെന്ന് പറയണം. അപ്പോഴേക്കും ഇസബല്ല കെവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, സോറി ഋഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇസബല്ലേ, നീയല്ലേ പറഞ്ഞത് നന്ദൻ നിന്റെ ഉള്ളം കയ്യിലാണെന്ന്, എന്നിട്ട് ഇപ്പൊ എന്തായി, എന്താ എന്താ ഋഷി കാര്യം, നാളെ നന്ദനെ ഹാജരാക്കാൻ പോവാണ് ആ സിദ്ധാർത്ഥൻ, ഇനി എന്ത് ചെയ്യും? ഇത് കേട്ട് ഇസബല്ലയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും പെടാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, നീ എന്ത് ചെയ്തെന്നോ,
നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഋഷി ആണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. എന്തായാലും ഇസബല്ലയ്ക്കാണെങ്കിൽ അത് വലിയൊരു ഷോക്കാവുകയാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം. കൂടുതൽ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.